എന്നെ അടിക്കുവോ? എന്നെ പറപ്പിച്ചോ? നിന്നെ ഞാൻ കാണിച്ചുതരാം. കണ്ടോ എന്റെ കഴിവ്? ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ കാണിച്ചുതരാം. എന്നെ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നീ എന്നെ വീഴ്ത്തിയല്ല, ഞാൻ കാണിച്ചു തരാം. പിടിച്ചോ. ബൈ ബൈ. നീ എവിടെയാ ഊന്നേ? നോക്കൂ, ഇന്ന് എത്ര നല്ല കാലാവസ്ഥയാണ്. ആഹാ, എന്ത് നല്ല കാലാവസ്ഥ, വളരെ നല്ല കാലാവസ്ഥ. മീശ പിരിച്ചിട്ട് പിക്നിക്കിന് പോകാൻ പെർഫെക്റ്റ് ആണ്. നല്ല ഐഡിയ ആണ്. വരൂ, നമുക്ക് നമ്മുടെ സീക്രട്ട് പിക്നിക് സ്പോട്ടിൽ പോകാം. കുട്ടികളെ, പിക്നിക് ടൈം. സോറി ഗപ്പു. സത്യമായിട്ടും ഇതെന്റെ ഫേവറേറ്റ് പിക്നിക് സ്പോട്ടാണ്. എനിക്കിവിടെ വളരെ ഇഷ്ടമാണ്. മനുഷ്യരെ കൂടാതെ ഇന്നത്തെ ദിവസമായിരിക്കും ബെസ്റ്റ്. വരൂ വരൂ, ഫിസ്ബി ടൈം. നീ ഇത്രയും ദൂരം പറഞ്ഞോ? ദാ പിടിച്ചു. ഇനി എന്റെ ചാൻസ്. പിടിച്ചു, എന്നാലും പിടിച്ചു. ഇനി എന്റെ ചാൻസ്. നീ ഇതിന്ന് രക്ഷപ്പെട്ട് കാണിക്കൂ. മമ്മി, ഈ മനുഷ്യന്മാർ ഇവിടെ വന്നു. ഇവരെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നമ്മൾ ഒന്നും ചെയ്യണ്ട. മനുഷ്യർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചാൽ മതി. നിങ്ങൾ രണ്ടുപേരും അവരിൽ നിന്ന് അകന്നു നിന്നോണം. അത് മതി. ദാറ്റ്സ് ഇറ്റ്. നോ മോർ ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. ശരി, നീ പറയുന്ന പോലെ. ഇനി ഫ്രിസ്ബി അവിടെ പോയി. ഇവൻ കാണിക്കുന്നുണ്ട് ഏതോ ഭൂതത്തെ കണ്ട പോലുണ്ടല്ലോ. ഭൂതമോ? ഇവിടെയോ? മനുഷ്യരോ? അയ്യോ, മനുഷ്യരോ? ഈ മനുഷ്യരുടെ ഫാമിലി ഇവിടെ എങ്ങനെ വന്നു? ഈ മനുഷ്യരെ കൊണ്ടുള്ള ശല്യം എപ്പ തീരുവോ ആവോ? ഇവർ ഭൂതങ്ങളെ മനസ്സമാധാനമായിട്ട് എന്താണോ ജീവിക്കാൻ അനുവദിക്കുന്നത്? എന്താണ് എന്താണ്? അയ്യോ ഹാപ്പി, നാടകം നിർത്തൂ. എന്നിട്ട് എഴുന്നേറ്റ് നിവർന്ന് നിക്ക്. ഗപ്പു, നേരെ നിർത്തവനെ. അയ്യോ അയ്യോ, സോറി സോറി. ഇവരിവിടെ എങ്ങനെയാണ് വന്നത്? അങ്കിളിനോട് ആന്റിയോട് പറയണം. അങ്കിൾ, അങ്കിൾ, അവിടെ അവിടെ എന്താണ് പറയാൻ വന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒന്ന് നടന്നിട്ട് വരാം. പക്ഷെ നല്ല വെയിലാണ്. ഹാ, അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് എന്താണ് ഒരു പ്രയോജനം? കുട്ടികളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വരൂ കരൺ, നമുക്ക് ഈ മനുഷ്യരെ വീട്ടിലേക്ക് ഓടിക്കാം. ഇവിടെ മനുഷ്യരുള്ളത് കൊണ്ട് ആരും സ്കെൽറ്റനായി മാറരുത്. നമ്മളെല്ലാവരും മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കണം. അങ്ങനെ വളരെ ഡിസിപ്ലിൻഡായി പിക്നിക് എൻജോയ് ചെയ്യാം, മീശ വിരിച്ചിട്ട്. സോറി അങ്കിൾ. മനുഷ്യർക്ക് ഇത്ര അഹങ്കാരമോ? ഇനി ഈ ഫ്രിസ്ബി അവരെ തിരിച്ച് വീട്ടിലെത്തിക്കും, മീശ വിരിച്ചിട്ട്. വിട് വിടാക്കി വിട്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചതായിരിക്കും. അവർ മനുഷ്യരാണ്. സമാധാനമായി പിക്നിക് ആഘോഷിക്കാൻ വന്നതായിരിക്കും. ശരി ബിനാക്കി, ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഈ മനുഷ്യർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. കുട്ടികൾ, ക്യാച്ച് കിട്ടി, ക്യാച്ച്. എത്ര നല്ല കുട്ടികളാണ്. നോക്കൂ, ആ മനുഷ്യര് നമ്മൾ എങ്ങനെയാ നോക്കുന്നതെന്ന്. ഹാപ്പി, നീ ബോൾ അറിയേ, ഞാൻ ചാടി പിടിക്കാം. ഓക്കേ കപ്പു,
നീ തയ്യാറായിക്കോളൂ ഗപ്പു. ദാ പിടിച്ചോ. ഓക്കെ കിറ്റി, യു ടു. വീണ്ടും ഗപ്പു റെഡി. എന്നാ പിടിച്ചോ. Go, hair, hair. ഇന്നാ പിടിച്ചോ. വെരി ഗുഡ് കിറ്റി. ഇന്നാ പിടിച്ചോ. അതിനാ സ്ലിപ്പ് ആയതാണ്. ഞാൻ സ്ലിപ്പ് ആയതാ. മതി മതി, കളിച്ചത് മതി. കെച്ചപ്പ് ഉണ്ടോ? സോറി മോനെ പിനാക്കി, ഞാൻ കെച്ചപ്പ് കൊണ്ടുവരാൻ മറന്നുപോയി. ആ ഫാമിലിയുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. പോയി കൊണ്ടുവരൂ. വേണ്ട വേണ്ട വേണ്ട, ഒരിക്കലും വേണ്ട. മനുഷ്യരോട് വാങ്ങുന്നതൊന്നും തന്നെ ഞാൻ കഴിക്കില്ല, മീശ പിരിച്ചിട്ട്. കുറച്ചു നേരത്തെയല്ലേ അവരുടെ കയ്യിൽ നിന്ന് ഫ്രിസ്ബി വായിൽ വാങ്ങിയത്. പിന്നെ ഇപ്പോൾ കെച്ചപ്പ് കഴിക്കുന്നതിന് എന്താണ് കുഴപ്പം? മിണ്ടി പോരുത്, ഞാൻ ഭക്ഷണം തന്നെ കഴിക്കുന്നില്ല. നിങ്ങളുടെ അങ്കിളിന്റെ ഒരു കാര്യം, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഞാൻ അങ്കിളിന്റെ പിണക്കം മാറ്റി വരാം. ഓഹോ, ഈ ഹാപ്പിന് നമ്മള് കുടിക്കരുത് തന്നെ. കെച്ചപ്പ് കെച്ചപ്പ് കെച്ചപ്പ്. ഈ കെച്ചപ്പ് ഇതെവിടെയാണ്? എവിടെയാണ് ഈ കെച്ചപ്പ്? കെച്ചപ്പ് കെച്ചപ്പ് കെച്ചപ്പ്. അതേ ഒരു ബോട്ടിൽ. ദാ കണ്ടോ, കെച്ചപ്പ് കൊണ്ടുവന്നു. അയ്യോ, നമ്മുടെ കെച്ചപ്പിന്റെ ബോട്ടിൽ എവിടെ പോയി? അത് ശരി, ദേ നോക്ക്, അത് അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ കെച്ചപ്പ് കൂട്ടി സാൻഡ്വിച്ച് കഴിക്കുന്നോ? ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ജിലേബി, ലഡു, ഗുലാബ്. അല്ല, പക്ഷെ ഇതിന് മുളകില്ലല്ലോ. ക്യാൻഡി, കേക്ക്, എന്തെങ്കിലും ഉണ്ടാകാതിരിക്കത്തില്ല അവരുടെ കയ്യിൽ. ഞാനിപ്പോ വരാം. കേക്ക് കിട്ടിപ്പോയി. മുളകിന് ബ്രേക്ക്. ഹാപ്പിയുടെ കയ്യിലുണ്ട് കേക്ക്. നമ്മുടെ കേക്ക്. എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിവിടെ നമ്മുടെ പിക്നിക്ക് കുളമാക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന്. ഇനി ഇവരെ വീട്ടിൽ അയക്കേണ്ടത് പിനാക്കിയാണ്. എന്തു ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. വാ, വെള്ളം. ഈ പ്ലാൻ കേട്ടോളൂ ഹാപ്പി. നമുക്ക് രണ്ടുപേർക്കും ആ കുട്ടികളെ ഈ മരത്തിന്റെ ചോട്ടിലേക്ക് കൊണ്ടുവരാം. ഗപ്പു, നീ മരത്തിൽ ഈ ബക്കറ്റിലെ വെള്ളവുമായി ഇരിക്കണം. അവരുടെ മുകളിൽ വെള്ളം ഒഴിക്കാം. അവരെ നനച്ച് നമുക്ക് വീട്ടിലേക്ക് ഓടിക്കാം. ഓക്കെ, ശരി കിരൺ, നീ പറ എന്താ കളിക്കണ്ടേ? ഹലോ, ഹായ് ദർ. ഹലോ, ഞാൻ പിനാക്കി, ഇതിന്റെ സഹോദരൻ ഹാപ്പി. ഹായ്. ഞാൻ കരൺ, ഇതെന്റെ സഹോദരി കിരൺ. എന്തൊരു നല്ല കാലാവസ്ഥയാണ്. പിന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ ഇതിലും നല്ല രസമാണ്. ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നോ? ആ മരത്തിന്റെ ചോട്ടില് ഡിന്നർ കഴിക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒളിച്ച് കളിക്കാം. അത് ശരി, അപ്പോൾ ഇവർ ഈ ഭൂതങ്ങളെ കണ്ടുപിടിക്കുമോ? വരൂ കളിക്കാം. ദാ അങ്ങോട്ട് നോക്കൂ, ഒരു മല. എന്തൊരു രസം. പിനാക്കി, ഹാപ്പി. കുട്ടികളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, കരൺ, കിരൺ, പറഞ്ഞാൽ ഒരു അനുസരണയില്ല നിങ്ങൾക്ക്. പറഞ്ഞതല്ലേ മറ്റുള്ളവരുടെ കൂടെ കളിക്കരുതെന്ന്. പിക്നിക് ഫിനിഷ്. വരൂ, വീട്ടിലേക്ക് പോവാം. എന്താ, ഞങ്ങളുടെ കുട്ടികൾ മോശമാണോ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങളുടെ കരണും കിരണും വളരെ ഇന്നസെന്റ് ആണ്. ഞങ്ങളുടെ പിനാക്കിയും ഹാപ്പിയും അല്ലല്ല, പിനാക്കി മാത്രം വളരെ ഡിസിപ്ലിൻഡ് ആണ്. സോൾജേഴ്സ്, സാവധാൻ, വേശ്രം. നിങ്ങളുടെ ഡിസിപ്ലിനായ കുട്ടികൾ ഞങ്ങളുടെ കെച്ചപ്പ് മോഷ്ടിച്ചു. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കുടവിന്റെ എവിടുന്നാണ്? എവിടുന്ന് വന്നെന്ന് പറ. വന്നിരിക്കുന്നു. കേൾക്കൂ. സാവധാൻ, കദം താൽ തുടങ്ങൂ.
ഗപ്പുന്റെ വായിൽ നിന്ന് ആ വെള്ളത്തിന്റെ ബക്കറ്റ് വീഴാതിരുന്നാൽ മതിയായിരുന്നു. എനിക്കതിനെ സ്റ്റോപ്പ് ചെയ്യണം. വെള്ളം വെള്ളം നിങ്ങൾ എന്താണ് ആദ്യമേ പറയാഞ്ഞത്? നിങ്ങൾ ഭൂതങ്ങളാണെന്ന്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സിസ്റ്റർ, നിങ്ങളുടെ ഈ മകൻ മാത്രം എന്താ സ്കെലിട്ടനായി മാറാതിരുന്നത്? പിനാക്കി ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് കൊള്ളാമല്ലോ. അത് വളരെ നല്ല കാര്യമാണല്ലോ. മനുഷ്യനും ഭൂതങ്ങളും ഒരുമിച്ച് താമസിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരി ശരി, വിശ്രാം സോൾജിയർ. എന്തൊരു കോയിൻസിഡൻസ്. വരൂ, നമുക്ക് ഒരുമിച്ച് പിക്നിക് ആഘോഷിക്കാം. ഇത് കൊള്ളാമല്ലോ. എല്ലാ ഭൂതങ്ങളും ഫ്രണ്ട്സ് ആയപ്പോ ഈ മനുഷ്യന്റെ കാര്യം മറന്നുപോയി. അതെ, നിക്ക്.